ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു വയണയിലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനു വേണ്ടി ചക്ക വരട്ടിയത് എൻ്റെ കൈവശമുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു ചക്ക വരട്ടിയത്. ഞാനിത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 1.5 കപ്പ് ഗോതമ്പ് മാവെടുത്ത് അതിലേക്ക് വേണ്ട ചക്ക വരട്ടിയത് 3 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കഷ്ണം മറയൂർ ശർക്കരയും കൂടെ ചേർത്ത് 1 കപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. ചക്ക വരട്ടിയതും ഈ ശർക്കരയും കൂടെ അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞിട്ട് ഈ ഗോതമ്പ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 പിടി തേങ്ങയും കൂടെ ചേർക്കുക. 1 കൈപിടി തേങ്ങയും കൂടെ ചേർക്കുക. എൻ്റെ കൈപിടിക്കാണ് 1 കൈപിടി ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചക്ക വരട്ടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കേണ്ട. മധുരം കുറവായതുകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുമ്പിൾ കൂട്ടുക. ഈ വയണയിലയുടെ കുമ്പിൾ കൂട്ടിയെടുക്കുക. ഇത് കറുവാപ്പട്ടയുടെ ഇലയിലും ഇതുണ്ടാക്കാറുണ്ട്. പക്ഷേ വയണയില ഉണ്ടാക്കുന്ന മണം ഉണ്ടല്ലോ, അത് നല്ല ഭയങ്കര മണമാണ് അതിന്. വയണയില ഉണ്ടാക്കിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം വെന്ത് കറക്റ്റ് പരുവമായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിന്ന് അഭിപ്രായം പറയണേ. ഇനി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ.